ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, ആ ആക്ടിവിറ്റീസ് നോക്കാം. നോക്കിയ എല്ലാവരും. ഒന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദി പോയം? ആരാണ് ഈ കവിതയിലെ സ്പീക്കർ? പറയുന്ന ആള് ആരാണ്? ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദി പോയം? ഈസ് എ വുമൻ റിയലി ഹാപ്പി ടു ഡു ഹെർ ഹൗസ് ഹോൾഡ് ചോർ? ശരിക്കും സ്ത്രീകൾ അവരുടെ വീട്ടുജോലികൾ ചെയ്യുന്നതിൽ സന്തോഷവാന്മാരാണോ? മെൻഷൻ ദി ലൈൻസ് ഫ്രം ദി പോയം വിച്ച് സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ സപ്പോർട്ട് ചെയ്യുന്ന ലൈൻ എന്ത് ചെയ്യുക, യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ അതിനോട് യോജിച്ച ലൈന് പോയത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. വൈ ഡസ് ദ വുമൺ ഡു വർക്ക് ആസ്ക് സ്റ്റോം ടു ബ്ലോ ഹിയർ ഫ്രം ടർ? എന്താണ്, എന്തുകൊണ്ടാണ് കവിതയിലെ സ്ത്രീ കാറ്റിനോട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന് കാറ്റിനോട് പറയാൻ കാരണം എന്താണ്? ഒരു കാരണം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് കാറ്റിനോട് പോയത്തിലെ ആ സ്ത്രീ ബ്ലോ ഫ്രം ഹിയർ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന് കാറ്റിനോട് പറയാൻ കാരണം എന്താണ്? ഓക്കെ, നെക്സ്റ്റ്. 4. ലുക്ക് അറ്റ് ദി ലൈൻസ് ഗിവൺ ബിലോ. താഴെയുള്ള ലൈന് ശ്രദ്ധിക്കുക. ഫാൾ ജെന്റലി സ്നോ ഫ്ലൈക്സ്, cover me with white, cold icy kisses and let me rest tonight. Here the woman seeks relief from her busy world of household chores. എന്താണ് ഇവിടെ ഈ ലൈന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഒരു സ്ത്രീ അവളുടെ വീട്ടുജോലികളുടെ തിരക്കിൽ നിന്നും അവൾ ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്രമം അവൾ എന്ത് ചെയ്യാണ്, ആവശ്യപ്പെടുകയാണ്. നല്ലൊരു വിശ്രമം ആവശ്യപ്പെടുകയാണ്. ഷി റിക്വസ്റ്റ് ദ സ്നോ ഫ്ലൈക്ക് ടു ഹെൽപ്പ് ഹെർ. എന്ത് ചെയ്യാണ്, അവൾ മഞ്ഞുകട്ടയോട് എന്ത് ചെയ്യാണ്, സഹായം ചോദിക്കുകയാണ്. ഹിയർ സ്നോ ഫ്ലൈക്ക് ഈസ് കൺസിഡേഴ്സ് ആസ് ഹെർ ഫ്രണ്ട് ആൻഡ് ഹ്യൂമൻ ബീയിങ്. എന്ത് ചെയ്യാണ്, ഇവിടെ സ്നോ ഫ്ലൈക്ക് എന്താണ്, മഞ്ഞുകട്ട എന്താണ്, ഒരു ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക, അങ്ങനെ ചിന്തിക്കുക. Can you find out similar example from the poem? Pick out the lines. ഇതുപോലത്തെ ലൈൻ എന്തുണ്ട് നമ്മുടെ കവിതയിൽ ഇനിയുണ്ട്. ഇതുപോലത്തെ സഹായം ചോദിക്കുന്ന മറ്റൊരാളോട് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനോട് സഹായം ചോദിക്കുന്നുണ്ട് ആ വുമൺ. എന്ത് ചെയ്യുക, അങ്ങനത്തെ ലൈന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. 5. You are all that I can call my. Why does the woman say so? നിങ്ങൾ മാത്രമാണ് എനിക്ക് എൻ്റേതെന്ന് വിളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആ സ്ത്രീ പറയാൻ കാരണമെന്താണ്? വിച്ച് among the following is not possible answer? ഈ താഴെ കാണുന്ന 1 2 3 4 4 ലൈനുണ്ട്. അതിൽ വിച്ച് among the following is not possible answer? ആൻസർ എന്തല്ല, ശരിക്കുള്ള ആൻസർ അല്ലാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ ആൻസറാണ്. ഒന്ന് മാത്രമേ ആൻസർ അല്ലാത്തുള്ളൂ. അത് ഏതാണ് എന്ന് കണ്ടെത്തുക. ഓക്കെ, ആക്ടിവിറ്റി 1. ദി വുമൺ ഇൻ ദി പോയം വുമൺ വർക്ക് എന്ന പോയത്തിലെ സ്ത്രീ ഹാസ് നോ ടൈം ടു റെസ്റ്റ്. എന്തില്ല, ഒരു വിശ്രമിക്കാൻ ഒരു സമയവുമില്ല. അമിഡ്സ്റ്റ് ഹെർ വേരിയസ് ഡൊമസ്റ്റിക് ചോർ. എന്തിന്, അവളുടെ വ്യത്യസ്തമായ വീട്ടുജോലികൾക്കിടയിൽ അവൾക്ക് വിശ്രമിക്കാൻ എന്തില്ല, സമയമില്ല. ലൈക്ക് വൈസ്, അതുപോലെ തന്നെ സിൻഡ്രല്ല ഹാഡ് ടു ഡു ഓൾ ദി വർക്ക് അറ്റ് ഹോം. നമ്മുടെ മുന്നത്തെ കഥയിലെ സിൻഡ്രല്ലക്കും ഇതുപോലെ സംഭവം ഉണ്ട്. എന്ത്, ഫുൾ ടൈം ഷീ ഹാസ് ടു വർക്ക്. എന്താണ്, അവൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. വാട്ട് ആർ ദ ഹൗസ് ഹോൾഡ് വർക്ക്
that woman Cinderella and you do at home, list them down. നോക്കി, അപ്പോൾ പിന്നെ വുമൺ, സിൻഡർല, യു. നിങ്ങൾ ഇപ്പോൾ ഇതാ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. വുമൺ ടെൻസ് ഹെർ ചിൽഡ്രൻ, സിൻഡർല ഫെറ്റ്സ് വാട്ടർ, വെള്ളം കൊണ്ടുവരുന്നു അല്ലേ. യു അതെന്ത് ചെയ്യുക, ഇതുപോലെ ഈ കോളംസ് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഇതിൽ വുമൺസിൽ? ഇനി ഒരുപാടുണ്ട്. എന്തൊക്കെ പണികളുണ്ട് ആ സ്ത്രീക്ക്, നമ്മുടെ പോയത്തിലെ സ്ത്രീക്ക് ഒരുപാട് വർക്കുകളുണ്ട് ഇല്ലേ, ഒരുപാടുണ്ട്. അത് എഴുതുക. സെൻട്രല ചെയ്ത വർക്കുകൾ എന്ത് ചെയ്യുക, പണികൾ അത് എഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന പണികളും നിങ്ങൾ എഴുതുക. ഓക്കെ ഓക്കെ അല്ലേ. ഇനി ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം വുമൺ വാക്ക്. ഓക്കെ, ഐ ഹാവ് ഗോട്ട് ദ ചിൽഡ്രൻ ടു ടെൻറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ച ആ ഭാഗമാണ്. നോക്കി, എന്നിട്ടോ നോക്കി, ലിസൺ. ദ വേർഡ് ടെൻറ്റ് ഈസ് ലൈൻ 1 ആൻഡ് മെൻറ്റ് ലൈൻ 2 എൻഡ് വിത്ത് സെയിം സൗണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനിൽ നോക്കി സെയിം സൗണ്ട് ഏക്കരം. ടെൻറ്റ് അവസാനിക്കുന്ന വാക്ക് സെയിം ഏക്കരം. ടെൻറ്റ്, മെൻറ്റ് അല്ലേ. ഇതിനാണ് എന്ത് പറയുക? ദേ ആർ റൈമിങ് വേർഡ്സ്. അവസാനം ഒരുപോലെ അവസാനിക്കുന്ന വാക്കുകൾക്കാണ് റൈമിങ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, നോക്കി എക്സാമ്പിൾ നോക്കി. ടെൻറ്റ്, മെൻറ്റ്. ഇതാ ഐ ഹാവ് ഗോട്ട് ദ ചിൽഡ്രൻ ടു ടെൻറ്റ് ദ ക്ലോത്ത്സ് ടു മെൻറ്റ്. ഓക്കെ ഓക്കെ. ഇനി എന്ത് ചെയ്യുക, അതുപോലെയുള്ള വാക്കുകൾ എടുത്ത് എഴുതുക. പിക്ക് ഔട്ട് ദി അതർ പെയർ ഓഫ് റൈമിങ് വേർഡ്സ് ഫ്രം ദി അബോവ് ലൈൻസ്. മുകളിൽ കൊടുത്ത ലൈൻസിൽ നിന്ന് അതുപോലെ പെയറായിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരുപോലെ സൗണ്ട് വരുന്ന വാക്കുകൾ എടുത്തെഴുതുക. ഓക്കെ അല്ലേ, സിമ്പിളാട്ടോ. നോക്കിയോ, റീഡ് ദ ഫ്യൂ ലൈൻസ് ഫ്രം ദി പോയം അമാൻഡ ബൈ റോബിൻ കെലിൻ. നോക്കിട്ടോ, ഒരു അമാൻഡ എന്ന് പറഞ്ഞ പോയാണ്. നോക്കി, ഡോണ്ട് ബൈറ്റ് യുവർ നൈൽസ് അമാൻഡ. നീ നിൻ്റെ നഖം കടിക്കരുത്. ഡോണ്ട് ഹഞ്ച് യുവർ ഷോൾഡേഴ്സ് അമാൻഡ. നീ എന്താ പാടില്ല, നീ ഷോൾഡർ താഴ്ത്തി നടക്കരുത്. സ്റ്റോപ്പ് ദാറ്റ് സ്ലോച്ചിങ് ആൻഡ് സിറ്റ് അപ്പ് സ്ട്രൈറ്റ് അമാൻഡ. നീ എന്താ ഒരു അരോസരമായി നടക്കണത്, ഒന്ന് നല്ലപോലെ ഒന്ന് ഇരിക്കടോ. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് അമാൻഡ. നീ നിൻ്റെ ഹോംവർക്ക് തീർത്തോ. ഡിഡ് യു ടൈഡി യുവർ റൂം അമാൻഡ. നീ നിൻ്റെ റൂം ക്ലീൻ ആക്കിയോ. ഐ തോട്ട് ഐ ടോൾഡ് യു ടു ക്ലീൻ യുവർ ഷൂ അമാൻഡ. ഞാൻ നിന്നോട് നിന്റെ ഷൂ ക്ലീൻ ചെയ്യാൻ പറഞ്ഞില്ലേ. ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ് അമാൻഡ. അമാൻഡ ചോക്ലേറ്റ് തിന്നണ്ട കേട്ടോ, ചോക്ലേറ്റ് തിന്നണ്ട. റിമെമ്പർ യുവർ ഐക്കിൻ അമാൻഡ. റിമെമ്പർ യുവർ ആക്ടിൻ അമാൻഡ. നിനക്ക് എന്തുണ്ട്, മുഖക്കുരുണ്ട് കേട്ടോ, ഓർത്തോ, മുഖക്കുരുണ്ട്. വിൽ യു പ്ലീസ് ലുക്ക് അറ്റ് മീ വെൻ ഐ സ്പീക്കിംഗ് ടു യു അമാൻഡ. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുക അമാൻഡ. സ്റ്റോപ്പ് ദാറ്റ് സൾക്കിങ് അറ്റ് വൺസ് അമാൻഡ. നീ എന്താണ് സൾക്ക് അറ്റ് വൺസ് അമാൻഡ, മൂഢമായിരിക്കണത്. യു ആർ ആൾവേസ് സോ മൂഡി അമാൻഡ. നീ എപ്പോഴും മൂഢനാണല്ലോ, എപ്പോഴും മൂഡ് ഓഫിലാണല്ലോ. ആൻഡ് വുഡ് യു തിങ്ക് ദാറ്റ് ഐ നാഗ്ഡ് യു അമാൻഡ. ആരെങ്കിലും പറയൂ എന്ത്, ഞാൻ നിന്നോട് ചൂടായി, നിന്നെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നിന്നെ നിരാശപ്പെടുത്തി എന്ന് ആരെങ്കിലും പറയും. നോക്കി, വാട്ട് ഡു ദിസ് ലൈൻ റിമൈൻഡ് യു. ഈ ലൈൻസൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഡോണ്ട് യുവർ പാരൻസ് ഗീവ് യു ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഡോണ്ട് യുവർ പാരൻസ് ഗീവ് യു ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസ് ഒരുപാട് ഉപദേശം തരാറില്ലേ. റൈറ്റ് ഡൗൺ ലിസ്റ്റ് ഓഫ് തിങ്സ് ദാറ്റ് യുവർ പാരൻസ് എൽഡേഴ്സ് ആസ്ക് യു ടു ഡു നോട്ട് ടു ഡു. നിങ്ങളോട് നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്നവർ നിങ്ങളോട് ചെയ്യാൻ പറയുന്നതും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇനി ബോത്ത് ദ വുമൺ ഇൻ ഏഞ്ചൽസ് വുമൺ വർക്ക് ആൻഡ് റോബിൻ കെൻസ് അമാൻഡ ലാക്ക് ഫ്രീഡം കമൻഡ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് ചെയ്യുക, ഈ രണ്ട് പോയത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോയത്തിലും അതുപോലെ
വുമൺ വർക്ക് എന്നുള്ള പോയത്തിലും സ്ത്രീകളുടെ ഫ്രീഡത്തിൻ്റെ അഭാവമാണ്. സ്ത്രീകൾക്ക് ഫ്രീഡം ഇല്ല എന്നതിൻ്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നത്. എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതുക. ഓക്കെ വിദ്യാർത്ഥികളെ, പിന്നെ ഇത് ഈ കാണുന്നത് ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വിടുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റോറി വായിച്ചിട്ട്, മലയാളത്തിലെ സ്റ്റോറിയാണ്, അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിൽ എഴുതട്ടോ. നിർബന്ധമായിട്ടും എഴുതണം, എല്ലാവരും എഴുതുക. അത് കണ്ട് ശരിക്ക് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളത് എന്ത് ചെയ്യുക, അത് തർജ്ജമ ചെയ്യുക കേട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ നല്ലതുപോലെ കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കഴിയണത് പോലെ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് പ്രശ്നമില്ല. പിന്നെ ചില കുട്ടികൾ പേരൻസ് പറഞ്ഞിരുന്നു എന്ത്, പിന്നെ വർക്കുകൾ എഴുത്ത് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വർക്കുകൾ തരും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ഈ വർക്കുകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയ വർക്കുകൾ ഇൻഷാ അല്ലാഹ് തരുന്നുണ്ട് ഓരോ ഇതിലും. പിന്നെ അത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോയിൻ്റെയും കൂടെ ഓരോ വർക്ക് ഇൻഷാ അല്ലാഹ് തരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.